ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി നൽകാത്ത ഓഫീസർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം ടി കെ രാമകൃഷ്ണൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെഞ്ചിലേറ്റിയ ഭാഷയാണ് ഉറുദുവെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഗൾഫ് കേരള സെക്ടറിൽ കപ്പൽ സർവീസ് അനന്തമായി നീളുന്നതിൽ ആശങ്ക പങ്കുവച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. കാവുന്തറ വോളിബോൾ അക്കാദമി ശുചിമുറി മാലിന്യമൊഴുക്കിയതിൽ നടപടിയില്ലെന്നാരോപിച്ച് പ്രദേശവാസികളുടെ പ്രതിഷേധം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിശ്ചിത 30 ദിവസത്തിനുള്ളിൽ വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി നൽകാത്ത വിവരാവകാശ ഓഫീസർമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം ടി കെ രാമകൃഷ്ണൻ. വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപേക്ഷകളിൽ വിവരം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും കമ്മീഷന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഉള്ള വിവരങ്ങൾ ഇത്രയും പെട്ടെന്ന് വിവരാവകാശ നിയമത്തിലെ 6(1) പറയുന്നത് പോലെ ആസ് എക്സ്പീഡിയസ്ലി ആസ് പോസിബിൾ എന്ന് സൂചിപ്പിക്കുന്നതിന് വളരെ പെട്ടെന്ന് നൽകേണ്ടതാണ്. അതിൻ്റെ 30 ദിവസം എന്ന് പറയുന്നത് പരമാവധി സമയമാണ്. ഏറ്റവും പെട്ടെന്ന് അപേക്ഷകന് വിവരം ലഭ്യമാക്കുക എന്ന് തന്നെയാണ് വിവരാവകാശ നിയമം നിഷ്കർഷിക്കുന്നതും അത് പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുന്നതുമാണ്. ഒരു ഓഫീസിൽ ലഭിക്കുന്ന വിവരാവകാശ അപേക്ഷയിൽ ചോദിച്ച വിവരങ്ങൾ മറ്റൊരു ഓഫീസിൽ നിന്നാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ പോലും അത് ആ ഓഫീസിലേക്ക് കൈമാറേണ്ട ചുമതല വിവരാവകാശ ഓഫീസർക്കുണ്ടെന്നും വിവരങ്ങൾ ഓഫീസിൽ ലഭ്യമല്ല, അറിയില്ല എന്ന രീതിയിൽ മറുപടി നൽകുന്നതിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വിവരാവകാശ അപേക്ഷയിൽ രണ്ടാം അപ്പീൽ കൂടി വരുന്ന പ്രവണതയ്ക്കെതിരെയും കമ്മീഷൻ പ്രതികരിച്ചു. രണ്ടാം അപ്പീലുകളുടെ എണ്ണം കുറയ്ക്കുന്നതിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് നിർണായക പങ്കുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന സിറ്റിംഗിൽ 11 അപേക്ഷകളാണ് പരിഗണിച്ചത്. ഇവ മുഴുവനും തീർപ്പാക്കി. നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യപ്പെട്ട രേഖ നൽകുന്നതിൽ വളയനാട് വില്ലേജിലെ SPIO വീഴ്ച വരുത്തിയതായി കമ്മീഷൻ പറഞ്ഞു. പല അപേക്ഷകളിലും SPIOമാർക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെഞ്ചിലേറ്റിയ ഭാഷയാണ് ഉറുദുവെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ ദേശീയ ഉറുദു സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. മതേതരത്വവും സാംസ്കാരിക തനിമയും ദേശീയോദ്ഗ്രഥനവും വളർത്തുന്നതിൽ ഉറുദു ഭാഷ വഹിച്ച പങ്ക് വിവരണാതീതമാണെന്നും സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകരുവാനും ഇന്ത്യൻ ജനതയെ പ്രബുദ്ധരാക്കാനും ഉറുദു സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും കവികളും വഹിച്ച പങ്ക് അവർണ്ണനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വാസ്തവത്തില് ഉറുദു ആയിരുന്നു അറബിയേക്കാൾ ഏറെ നമുക്ക് ഇവിടെ വേണ്ടിയിരുന്ന ഒരു ഭാഷ. കാരണം അത്രയും ഈ നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഭാഷ സത്യത്തിൽ എന്തുതന്നെയായിരുന്നു? ഉറുദു തന്നെയായിരുന്നു. ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഭാഷയും ഭൂരിപക്ഷമാണ് നോക്കിയതെങ്കിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം സംസാരിക്കുകയും ഭൂരിപക്ഷം സാഹിത്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്തത് ഉറുദു തന്നെയായിരുന്നു. ഉറുദു ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാംസ്കാരിക ഭാഷ. സാഹിത്യ നഗരം പുരസ്കാരം നേടിയ കോഴിക്കോടിനുള്ള ഉപഹാരം KP രാമനുണ്ണി മേയർക്ക് സമർപ്പിച്ചു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗം മേധാവി ഡോക്ടർ അനുപമ പോൾ വിശിഷ്ടാതിഥിയായി. ഉറുദു ഗവേഷകനും എഴുത്തുകാരനും KUTA സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ KP ഷംസുദ്ദീൻ തിരൂർക്കാട് മോഡറേറ്ററായിരുന്നു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗം തലവൻ ഡോക്ടർ KV നകുലൻ സെമിനാറിന്റെ ആമുഖ പ്രഭാഷണം നടത്തി. അഞ്ജുമൻ ടർക്കി കേരള ഘടകം ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരി സ്വാതന്ത്ര്യ സമരവും ഉറുദു സാഹിത്യകാരന്മാരും എന്ന വിഷയത്തിലും, കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഉറുദു വിഭാഗം മേധാവി CH മുംദാസ് സ്വാതന്ത്ര്യ സമരവും ഉറുദു കാവ്യ സാഹിത്യവും എന്ന വിഷയത്തിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. KUTA സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മലയമ്മ, ട്രഷറർ TH റഷീദ് പന്തല്ലൂർ, സംസ്ഥാന ഭാരവാഹികളായ CVK റിയാസ്, MP മുഹമ്മദ് സലീം കാസർകോട്, MK അൻവർ സാദത്ത്, MP സത്താർ അരയങ്കോട്, റഫീഖ് മയനാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലെ റെയിൽവേയോടുള്ള അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും റെയിൽവേയുടെ പരിധിയിൽ വരുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിന് റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയ്ക്കുമെതിരായാണ് CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഘട്ടത്തിൽ ഇത് സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറി അവരെ ഏൽപ്പിച്ചു കൊടുത്ത്, കരാറടിസ്ഥാനത്തിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ കീഴിലാക്കാനുള്ള തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരുന്നു. വേറെ മുമ്പല്ല അത്. ഇന്ത്യൻ റെയിൽവേ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി. റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം സ്വന്തം നിലയ്ക്ക് നടത്താനാണ് ഇപ്പോൾ റെയിൽവേ ആലോചിക്കുന്നത്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സമരം നടത്തുമ്പോൾ നാട്ടിലെ ആളുകളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന സമരം കൊണ്ടൊക്കെ എന്ത് ഗുണം, എന്ത് നേട്ടം എന്നൊരു പ്രചരണമുണ്ട്. സമരം കൊണ്ട് നേട്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അടുത്തുള്ള ഒരു ഉദാഹരണം കൂടിയാണ്. സമരങ്ങളില്ലെങ്കിൽ, പ്രതിഷേധങ്ങളില്ലെങ്കിൽ, പ്രതിരോധങ്ങളില്ലെങ്കിൽ ഈ നാട് തികച്ചും മുതലാളിമാരുടെ കൈകളിലേക്ക് ചെന്ന് ചേരും എന്നാണ് നമ്മുടെ അനുഭവം നമുക്ക് കാണിച്ചിരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് പുതിയ ചില നിർദ്ദേശങ്ങളോട് വെച്ചിട്ടുണ്ട്. ആദ്യം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന നരസിംഹറാവു കോൺഗ്രസ് കൊണ്ടുവന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിൽപ്പനയാണ് ആലോചിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി മുതലാളിമാർക്ക് തുച്ഛവിലയ്ക്ക് വിൽക്കുക. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ പൊതുമേഖല ഒരുപാടെണ്ണം മുതലാളിമാരുടെ കൈകളിലേക്ക് പോയി. കോൺഗ്രസും BJP അക്കാര്യത്തിൽ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് കൂടുതൽ വിൽക്കാൻ കഴിയുക, ആർക്കാണ് കൂടുതൽ വിൽക്കാൻ കഴിയുക എന്ന മത്സരത്തിലായിരുന്നു അധികാരത്തിലിരുന്നപ്പോൾ ഓരോ പാർട്ടിയും ചിന്തിച്ചുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ അതിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PK സന്തോഷ്, CITU ജില്ലാ കമ്മിറ്റി അംഗം L രമേശൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗൾഫ് കേരള സെക്ടറിൽ കപ്പൽ സർവീസ് അനന്തമായി നീളുന്നതിൽ ആശങ്കയറിയിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കപ്പൽ സർവീസ് ആരംഭിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും MDC ഭാരവാഹികൾ അറിയിച്ചു. വിമാന സർവീസുകളുടെ റദ്ദാക്കലും വൈകലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന പശ്ചാത്തലത്തിൽ വരുന്ന ഓണം അവധിക്ക് മുൻപ് കേരള ഗൾഫ് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രതീക്ഷ. എന്നാൽ കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് ഇനിയും നീളുകയാണ്. നവകേരള സദസ്സിലും ലോക കേരള സഭയിലും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഓണ സീസണിലെങ്കിലും കപ്പൽ സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികളെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി, രക്ഷാധികാരി A ശിവശങ്കരൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിലെ ആവശ്യം ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി അവശേഷിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ച് യാത്രാ ചരക്ക് ചാർട്ടേഡ് കപ്പൽ സർവീസ് ആരംഭിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും C ചാക്കുണ്ണി പറഞ്ഞു. ഈ ഓണ സീസണിലെങ്കിലും UAE കൊച്ചി സെക്ടറിൽ ചാർട്ടേഡ് യാത്ര ചരക്കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതും നവകേരള സദസ്സിലും ലോക കേരള സഭയിൽ ഉന്നയിച്ചപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പുകളും നമുക്ക് പ്രതീക്ഷ നൽകും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ കേരള സർക്കാരും നോർക്കയും മാരിടൈം ബോർഡും തുറമുഖ മന്ത്രിയെല്ലാം കൈക്കൊണ്ടുവരികയായിരുന്നു. ദൗർഭാഗ്യവശാൽ വയനാട് ദുരന്തം മൂലം അത് ഇനിയും നീളുമെന്നൊരു ആശങ്കയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ദുബായിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്
ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തത്. ആ നിവേദനത്തിന് വളരെ അനുകൂലമായ മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലഭിച്ചത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജീവകാരുണ്യ മേഖലയിലേക്കുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ പ്രശംസനീയമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ കെയറിംഗ് ഹാൻഡ്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കോത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പാലിയേറ്റീവ് പ്രവർത്തനമായ കെയറിംഗ് ഹാൻഡ്സ് പദ്ധതിക്ക് തുടക്കമായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ മേഖലയിലേക്കുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ദിവസത്തിൽ നമ്മുടെ കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ബാങ്കിൻ്റെ പരിധിയിലുള്ളവർക്ക് മാത്രമല്ല പാലിയേറ്റീവ് ഉപകരണങ്ങളടക്കം വിതരണം ചെയ്യുന്നതിനുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടത്തിയത്. മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ഏറ്റവും വലിയ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ബാങ്കിൻ്റെ ഭരണസമിതി ഇതിലൂടെ നിർവഹിക്കുകയാണ്. ഇത് ഏവർക്കും മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി ഞങ്ങൾ കാണുന്നു. ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് നൌഷാദ് പന്നൂർ അധ്യക്ഷത വഹിച്ചു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സജീദത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK അബ്ദുറഹിമാൻ, ബ്ലോക്ക് വികസന സമിതി ചെയർമാൻ TM രാധാകൃഷ്ണൻ, MA ഗഫൂർ മാസ്റ്റർ, NC ഉസൈൻ മാസ്റ്റർ, KK ജബ്ബാർ മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പാർത്ഥസാരഥി മണ്ഡപത്തിൽ ചതയ ആഘോഷ ജ്യോതി തെളിയിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭജനയും ശ്രീ ചൈതന്യ ഹാളിൽ വനിതാ സമ്മേളനവും നടന്നു. പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച പുലർച്ചെ 4:30 മഹാഗണപതി ഹവനം, 7:15 ഗുരുപൂജ, 8 മേൽശാന്തി ഷിബു ശാന്തിയുടെ നേതൃത്വത്തിൽ ഗുരുവിഹാരത്തിൽ സമൂഹ പ്രാർത്ഥന, 10:30 ഗുരുപൂജ എന്നിവയും നടക്കും. ശ്രീനാരായണ സെന്റിനറി മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന ചതയദിന സമ്മേളനത്തിൽ എഴുത്തുകാരൻ KP രാമനുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഉച്ചയ്ക്ക് സമൂഹ സദ്യയും വൈകിട്ട് വിശേഷാൽ ഗുരുപൂജയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. DYFI അത്തോളി മേഖലാ കമ്മിറ്റി നടപ്പിലാക്കിയ ബിരിയാണി ചലഞ്ചിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ DYFI സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ചലഞ്ച് നടത്തിയത്. ബിരിയാണി തയ്യാറാക്കാൻ അതിനു വേണ്ട സാധന സാമഗ്രികൾ വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും സംഭാവനയായി നൽകി. സംസം കാറ്ററിംഗ് ഉടമ M ജംസീർ ഭക്ഷണം സൗജന്യമായി പാകം ചെയ്തു. വേളൂർ CD ഹയർ ഗുഡ്സ് വാടക സാധനങ്ങളും ലൈറ്റ് സംവിധാനം CKP വേളൂരും ഒരുക്കി. 7 ദിവസത്തെ ക്യാമ്പയിൻ നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. മികച്ച പ്രതികരണമാണ് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ചതെന്ന് DYFI ബാലുശ്ശേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയും സംഘാടക സമിതി പ്രോഗ്രാം കൺവീനറുമായ S അക്ഷയ് പറഞ്ഞു. വലിയ രീതിയിലേക്ക് വയനാടിൻ്റെ ഇപ്പോഴത്തെ വേദന, വയനാട് ഒറ്റപ്പെടുകയല്ല, പിന്നെ സ്നേഹത്താൽ ചുറ്റപ്പെടുകയാണ് എന്ന നമ്മുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് ജനങ്ങളാകമാനം ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തു. നമ്മളൊരു 2500 ബിരിയാണിയിലായിരിച്ചെങ്കിൽ ഇപ്പോൾ 5000 ബിരിയാണിയോളം പോയിക്കൊണ്ട് വലിയ രീതിയിലേക്കുള്ള ജനങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും വലിയ
വിജയമാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാടിനെ നമുക്ക് എല്ലാവർക്കും കരപിടിച്ച് കയറ്റണം. ഇതിനെ സഹായിച്ച സംഘാടക സമിതിക്കും അതുപോലെ തന്നെ മുഴുവൻ അത്തോളിയിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് പ്രവർത്തകരുടെ സുഹൃത്തുക്കൾ വാഹനങ്ങളുമായി സ്വമേധയാ മുന്നോട്ട് വന്ന് വേളൂർ വെസ്റ്റ് സംസം കാറ്ററിംഗ് പരിസരത്തു നിന്നും നേരിട്ടും വാഹനത്തിൽ വിവിധ ഇടങ്ങളിലുമായി ബിരിയാണി വിതരണം ചെയ്തു. പഞ്ചായത്തിൽ VK റോഡ് മുതൽ തോരായി വരെയുള്ള 22 യൂണിറ്റിൽ നിന്നായി 4000-ഓളം പേർ നേരിട്ടും 1000-ഓളം ആളുകൾ പരോക്ഷമായി പങ്കാളികളായി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM ഷാജി ചെയർമാനും DYFI ബാലുശ്ശേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി S അക്ഷയ് പ്രോഗ്രാം കൺവീനറുമായ സംഘാടക സമിതിയുടെ മേൽനോട്ടത്തിലായിരുന്നു ക്യാമ്പയിൻ നടത്തിയത്. ഭാരവാഹികളായ ജയകൃഷ്ണൻ മാസ്റ്റർ, അനിൽ മാസ്റ്റർ, LC അംഗം VN ജയൻ, A അനൂപ്, EM ജിതിൻ, സാദിഖ് ജോർജ്, VK ബിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവണ്ണൂർ കാവുന്തറ വോളിബോൾ അക്കാദമി ശുചിമുറി മാലിന്യം പുറത്തേക്ക് വിടുന്നുവെന്നാരോപിച്ച് പ്രദേശത്തുള്ളവർ പ്രതിഷേധം ശക്തമാക്കി. ഒരു മാസം കഴിഞ്ഞിട്ടും നാട്ടുകാരുടെ ദുരിതം അവസാനിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതി ധർണ നടത്തിയത്. അക്കാദമിയുടെ ഭരണക്കാർ സമരക്കാരെ പറ്റിച്ചു, പരിസര ജനതയെ വഞ്ചിച്ചു, നടുവണ്ണൂർ കാവുന്തറ വോളിബോൾ അക്കാദമിയിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകിയെന്നാരോപിച്ച് പ്രദേശവാസികൾ നേരത്തെയും പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. കുടിവെള്ള സ്രോതസ്സുകളെ മലിനപ്പെടുത്തി ഒരു മാസം കഴിഞ്ഞിട്ടും അക്കാദമി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പരിഹാര നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധ ധർണ നടത്തിയത്. പ്രദേശത്തെ കുടിവെള്ളം മുട്ടിച്ച് പ്രയാസമുണ്ടാക്കി നാടുവിട്ട അക്കാദമി അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണ് വീണ്ടും പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ശുദ്ധമായ കുടിവെള്ളത്തിന് പരിസരവാസികൾ മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലാണ് നിലവിലെ ശുചിമുറി മാലിന്യ ടാങ്ക്. ശുചിമുറി മാലിന്യം പരന്നൊഴുകിയ പ്രദേശത്തെ കിണറുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പരിശോധനയുടെ ഫലമായി 8 കിണറുകളിൽ വലിയ തോതിലുള്ള ഈക്കോളി ബാക്ടീരിയ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രദേശത്തുകാരുടെ ധർണ. പ്രതിഷേധ പരിപാടിയിൽ വാർഡ് മെമ്പർ ഷൈമ KK, ആക്ഷൻ കമ്മിറ്റി കൺവീനർ NK മൊയ്തി, ജോയിന്റ് കൺവീനർ ദിമേഷ് കാവിൽ, കാർത്തിക ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കർഷക ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭിക്ഷാടന സമരം. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. കൂരാച്ചുണ്ട് മണ്ഡലം കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. കർഷകൻ അബ്രഹാം പാലാട്ടിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധിച്ച കർഷകർക്കെതിരെ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൂരാച്ചുണ്ട് മണ്ഡലം കമ്മിറ്റി കർഷക ദിനത്തിൽ ഭിക്ഷാടന സമരം സംഘടിപ്പിച്ചു. ഭിക്ഷാടനത്തിന്റെ ഭാഗമായി ലഭിച്ച നാണയത്തുട്ടുകൾ വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മണി ഓർഡർ അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു. DCC സെക്രട്ടറി അഗസ്റ്റിൻ കാരക്കട ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാം കക്കയം അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് സഹൽ കോക്കല്ലൂർ, ജോസ്ബിൻ കുര്യാക്കോസ്, വിഷ്ണു തണ്ടോറ, നിഖിൽ വെളിയത്ത്, സണ്ണി പാരഡൈസ്, എൽസമ്മ പുതുപ്പറമ്പിൽ, ജോസ് വെളിയത്ത്, അജ്മൽ ചാലിടം, ജ്യോതിഷ് രാരപ്പൻകണ്ടി, അനീഷ് മറ്റത്തിൽ, മറിയാമ്മ കുര്യാക്കോസ്, അക്ഷത മരുത്തോട്ടുമുനിയിൽ, റിജി കരിയാത്തുംപാറ, ആൽബിൻ കരിമ്പനക്കുഴി, അമൽ പാണ്ടമ്മനയിൽ, ജിമ്മി വടക്കുമ്മേൽ,
സെബാസ്റ്റ്യൻ വിജെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BMUP സ്കൂളിൽ ഇലകളുടെയും തോരനുകളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. കർക്കിടക മാസത്തിന്റെ അവസാനത്തിൽ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഔഷധ സസ്യങ്ങളെയും 10 ഇല വിഭവങ്ങളെയും കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകിയത്. പ്രകൃതി വിഭവങ്ങളുടെ തനത് രുചികളിലൂടെ ഇലക്കറികളുടെ ഉപയോഗത്തിനും പ്രോത്സാഹനത്തിനുമായി കർക്കിടക മാസ അവസാന ദിനത്തിൽ പുതിയറ BMUP സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ, 10 ഇല വിഭവങ്ങൾ എന്നിവ പരിചയപ്പെടുത്താൻ വേണ്ടി ഇലകളുടെയും തോരനുകളുടെയും പ്രദർശനം നടന്നു. കുട്ടികൾക്ക് തനിക്ക് ചുറ്റുമുള്ള ഭക്ഷ്യയോഗ്യമായ ഇലകളെ തിരിച്ചറിയാനും രുചിക്കാനുമുള്ള അവസരമായി മാറിയ പ്രദർശനം പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എക്കോ ക്ലബ് കോർഡിനേറ്റർമാരായ ഷജീർ ഖാൻ വയ്യാനം, സ്മിത ലക്ഷ്മി, ബീന ജോസഫ്, സൂസൻ ആഗ്നസ്, അനിത റോസ്, ആൻസി ചീരൻ, റീജ ജാനറ്റ്, ആശ ചാൾസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി നൽകാത്ത ഓഫീസർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം TK രാമകൃഷ്ണൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെഞ്ചിലേറ്റിയ ഭാഷയാണ് ഉറുദുവെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഗൾഫ് കേരള സെക്ടറിൽ കപ്പൽ സർവീസ് അനന്തമായി നീളുന്നതിൽ ആശങ്ക പങ്കുവച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. കാവുന്തറ വോളിബോൾ അക്കാദമി ശുചിമുറി മാലിന്യമൊഴുക്കിയതിൽ നടപടിയില്ലെന്നാരോപിച്ച് പ്രദേശവാസികളുടെ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.